എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കല്യാണ പെണ്ണ് ബൊട്ടിങ് അവളാണെങ്കിൽ ലൂഫിയെ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ലൂഫിയുടെ ബോഡിയിലെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് അവന്റെ യഥാർത്ഥ ഫേസ് അവൾ കാണുന്നത്. അതെ, ഇവൻ സ്ട്രോഹാർ ലൂഫി തന്നെ. ലൂഫി ആണെങ്കിൽ അവന് വലിയൊരു ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുക്കും. ഞാനാണ് സാക്ഷാൽ സ്ട്രോഹാർ ലൂഫി, ഫ്യൂച്ചർ പൈററ്റ് കിങ്. ഉടനെ അവൾ ചോദിക്കും, നിങ്ങളുടെ ടീംമേറ്റ് അല്ലേ സാക്ഷാൽ സാഞ്ചി? അതിന് ലൂഫി പറയും, അതെ, അവനിവിടെ ചില ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ പെട്രോയ്ക്കാണെങ്കിൽ എന്തോ ഒരു അപകടം അത് മണക്കാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് നാമി, അവളാണെങ്കിൽ ആ ബുട്ടിംഗ് എന്നുള്ള നെയിം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തല പോച്ച് ആലോചിക്കാൻ തുടങ്ങും. അടുത്ത നിമിഷം നാമി ഷോക്കായിട്ട് പറയും, അതെ, അത് ഇവൾ തന്നെയാണ്. ഇവളാണ് സാഞ്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. കാരണം കപ്പലിൽ വെച്ച് കപ്പോൺ അവൻ ഇവരുടെ വിവാഹ ക്ഷണപത്രിക അത് കാണിച്ചു കൊടുത്തിരുന്നു. അതിൽ ഷാർലറ്റ് പുട്ടിംഗ് എന്നുള്ള പേര് നാമി കണ്ടതാണ്. ബിഗ് മോമിന്റെ 35ാമത്തെ മകൾ സാക്ഷാൽ പുട്ടിംഗ്. ലൂഫിക്കാണെങ്കിൽ അവൾ കുറച്ച് ഇഷ്ടാവും. വാവ്, ഇവളെ കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. സാഞ്ചി അവൻ ലക്കിയാണെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവളെ തന്നെ നോക്കും. അത് കേൾക്കുമ്പോൾ നമ്മുടെ പെണ്ണ് അവൾ നാണക്കാരിയ, അവൾ നാണിച്ചു നിൽക്കും. അതിനുശേഷം വീണ്ടും അവൾ ഷോക്കായി നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരും. ഇതെന്റെ അമ്മ ബിഗ് മോമിന്റെ ടെറിട്ടറിയാണ്. ഞങ്ങളെ നശിപ്പിക്കാനല്ലേ നിങ്ങൾ ഇവിടേക്ക് വന്നത്. ഒരു കാരണവശാലും അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൾ നമ്മുടെ ആൾക്കാർക്ക് നേരെ ഒരു കത്തിയെടുത്ത് നീട്ടും. അതിന് നാമിയാണെങ്കിൽ അവളെ കൊണ്ട് പറ്റും പോലെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന് പെട്രോ ആണെങ്കിൽ ഒരു സ്ക്വാഡ് എടുത്ത് അവളുടെ കഴുത്തിൽ വെക്കുകയാണ്. ലൂഫി ദേഷ്യപ്പെട്ട് പറയും, പെട്രോ കത്തി താഴെയിട്. ഒരു കാരണവശാലും നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ പാടില്ല. നമ്മൾ ഇവിടേക്ക് വന്നത് സാഞ്ചിയെ അവനെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. അത് കേട്ട് അവളാണെങ്കിൽ ഡബിൾ ഷോക്കാവും. കാരണം ഓൾറെഡി ബിഗ് മോം അവളുടെ ടീം അതിനെ കൂടുതൽ പവർഫുൾ ആക്കാനാണ് ആഞ്ചിയുമായിട്ട് ഇങ്ങനെ ഒരു മാരേജ് പ്രപ്പോസൽ അത് മുൻപോട്ടേക്ക് വെച്ചത്. അത് നടന്നിട്ടില്ല എങ്കിൽ ബിഗ് മോം ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അവളാണെങ്കിൽ അവളുടെ അമ്മയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കും. എന്റെ സിസ്റ്ററിനും ഇതുപോലൊരു മാരേജ് എന്റെ അമ്മ ഫിക്സ് ചെയ്തതാണ്. പക്ഷെ എന്റെ സിസ്റ്റർ ആരും അറിയാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി രായ്ക്ക് രാമാനം ഐലാൻഡ് വിട്ട് കടന്നു കളഞ്ഞു. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ മറ്റൊരു വലിയ സംശയമുണ്ട്. അവളോട് ചോദിക്കും, സത്യത്തില് ബിഗ് മോമിന് 35 മക്കളുണ്ടോ? അതിനവള് പറയും, 39 പെൺകുട്ടികളും 46 ആൺമക്കളും എൻ്റെ അമ്മയ്ക്കുണ്ട്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഒരു മൈനർ അറ്റാക്ക് തന്നെ വരികയാണ്. അവളാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, എൻ്റെ അമ്മയ്ക്ക് 43 ഹസ്ബൻഡ്സ് ഉണ്ട്. മാത്രമല്ല അമ്മയുടെ റിലേറ്റീവ്സ് ആയിട്ട് തന്നെ എണ്ണമറ്റ ആൾക്കാർ അമ്മയ്ക്കുണ്ട്. അതിൽ പലരും ഞങ്ങളുടെ ക്രൂവിലെ മെമ്പേഴ്സാണ്. ഉടനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവളോട്, നീ സാഞ്ചിയെ കണ്ടോ? അവൻ ഇവിടെ എവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കും. അതിനവള് പറയും, സാഞ്ചിയെ ഞാൻ ഒറ്റത്തവണ മാത്രമാണ് കണ്ടത്. അവൻ്റെ എൻ്റെ ടേസ്റ്റ് അതൊന്നാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എന്താ, അവൻ്റെ കാല് മാത്രം അല്പം ബ്ലാക്ക് ആണ്. പക്ഷെ അവന്റെ ക്യാരക്ടർ അടിപൊളിയാന്ന് പറയും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവള് സാഞ്ചിയെ കണ്ടിട്ടില്ല എന്ന്. ബ്ലാക്ക് ഫുഡ് സഞ്ചി എന്ന പേര് അത് ആലോചിച്ചാണ് അവൾ അവന്റെ കാല് കറുത്തിട്ടാണെന്ന് പറഞ്ഞത്. സാഞ്ചിയുടെ കാല് അത് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞത്. പക്ഷെ അവൾക്കാണെങ്കിൽ സാഞ്ചിയെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. അവളുടെ മുഖമൊക്കെ ബ്ലഷ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർ ഉറപ്പിക്കും അവൾക്ക് സാഞ്ചിയെ ഒരുപാട് ഇഷ്ടമാണെന്ന്. പെട്രോ ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഇവളെ പുറത്തേക്ക് വിടാൻ പാടില്ല. ഇവളെ ഇവിടെ കെട്ടിയിടണം. ഇവള് ബിഗ് മോമിന്റെ മകളാണ്. തീർച്ചയായിട്ടും നമ്മളെ കണ്ട കാര്യം ഇവള് പുറത്തു പോയി പറയാൻ ചാൻസ് ഉണ്ട്. അതിനവള് പറയും, അയ്യോ ഇല്ല ഇല്ല, ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല. സാഞ്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അമ്മയെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത് തകർക്കാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. സോ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. സാഞ്ചിയെ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാതെ അവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ആ ഹോൾ കേക്ക് ഐലാൻഡിന്റെ മാപ്പൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കും. ഈ വഴി വേണം നിങ്ങൾ അവിടേക്ക് പോവാൻ. ഐലാൻഡിലുള്ള എല്ലാവരും എൻ്റെ മാരേജിന് എന്നെ വിഷ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അമ്മയ്ക്കും ഈ മാരേജ് നടന്നു കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അമ്മയുടെ ആഗ്രഹം അതൊരിക്കൽ പോലും നടക്കാതിരുന്നിട്ടില്ല. കേസ് അത് നടന്നിട്ടില്ല എങ്കിൽ അമ്മ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആർക്കും അറിയില്ല എന്ന് അവൾ പറയും. അതിനുശേഷം അവൾ ഒരു സെക്കൻഡ് സാഞ്ചിയെ കുറിച്ച് ആലോചിച്ച് പറയും, സത്യത്തില് എനിക്ക് സാഞ്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡിന്റെ എല്ലാ ക്വാളിറ്റിയും സാഞ്ചിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതിസുത വരൻ അത് സാഞ്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ കുഴപ്പമില്ല,
അതിനെ കഴിഞ്ഞൊക്കെ ഏറ്റവും വലുതാണ് നിങ്ങളുടെ ഇടയിലെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്. അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സോ എന്ത് വില കൊടുത്തും സാഞ്ചിയെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അവൾ തറപ്പിച്ച് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്കും കുറച്ച് വിഷമം തോന്നും. അവൾ പറയും, സാഞ്ചിക്കും നിങ്ങളോടൊപ്പം വരാനാണ് ഇഷ്ടം. അവൻ ആ കാര്യം ഓൾറെഡി പലതവണ പറഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല അവനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. ഇഷ്ടമല്ലാത്തൊരു ജീവിതം അത് അവൻ ജീവിക്കാൻ പാടില്ല. അങ്ങനെ അവൻ ജീവിച്ച അതൊരു ജീവിതമായി മാറില്ല. ഞാൻ ആഗ്രഹിച്ച ഒരു ഹാപ്പി ലൈഫ് അതും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഒന്നിക്കേണ്ടത്. അവളാണെങ്കിൽ ഇപ്പൊ അവൾ തയ്യാറാക്കിയ ആ ഒരു മാപ്പ് അത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ കാണിച്ചു കൊടുക്കാണ്. ഈ ഒരു മാപ്പ് പ്രകാരം ഈ അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്ക് നിങ്ങൾ സേഫ് ആയിട്ട് എത്തണം. ബിഗ് മോമിന്റെ ടെറിട്ടറിയിൽ നിന്ന് അത്ര പെട്ടെന്ന് ആർക്കും അവനെ രക്ഷിച്ചുകൊണ്ട് പോകാനാവില്ല. സോ ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലെ നിങ്ങളെ സഹായിക്കാം. ഞാൻ സാഞ്ചിയുമായിട്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് വരാം. അവിടുന്ന് നിങ്ങൾക്ക് സാഞ്ചിയുമായിട്ട് ഈസി ആയിട്ട് കടന്നു പോവാം. പക്ഷെ ബിഗ് മോമിനെ ചീറ്റ് ചെയ്ത് ആരെയും ബിഗ് മോം വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളെ തല താഴ്ത്തി നിൽക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ല. അതിന് അവള് പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ബിഗ് മോമിന്റെ മകളല്ലേ, തീർച്ചയായിട്ടും എന്നോട് അല്പമെങ്കിലും കരുണ കാണിക്കുമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും പ്ലാന് ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് വിഷമമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനവള് പറയും, നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ വന്നു പെട്ടിരിക്കുന്നത് വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. സോ നിങ്ങളുടെ ചിന്ത അത് നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കണം. സാഞ്ചയെ കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഹസ്ബൻഡിനെ ദൈവം തീർച്ചയായിട്ടും എനിക്ക് തരും. എനിക്കതിൽ നല്ല പ്രതീക്ഷയുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് മറുപടി പറയാൻ ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് സമയം കൂട്ടിക്കൊണ്ടു പോവാൻ അവളുടെ അസിസ്റ്റൻസ് ഡോർ നോക്ക് ചെയ്യും. ആ ഗ്യാപ്പിൽ അവള് ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നമ്മുടെ ആൾക്കാരെ പുറത്തേക്ക് അയക്കും. പിന്നീട് ഡോർ തുറന്ന് അവരോട് സംസാരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ ഫുൾ ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവന്റെ കൂടെ തന്നെ നാക്ക് നീട്ടിയ ബിഗ് മോമിന്റെ അസിസ്റ്റന്റും. കട്ട് ചെയ്ത ന്യൂ വേൾഡിലെ ബ്രൊക്കോളി ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിൽ വലിയ യുദ്ധം. നിമിഷം ജർമ്മ 66 കപ്പല് അത് ആ ഐലാൻഡിലേക്ക് വരികയാണ്. അതിലൊരു ടീമിനോട് ആ കപ്പലിലുള്ളവര് ഞങ്ങൾ പറഞ്ഞ പണം അത് റെഡിയാണോ ചോദിക്കും. അതിനവര് പറയും റെഡിയാണ്. ഉടനെ കപ്പലിലുള്ളവർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാഴ്ചകൾ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ടീമിനോട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ അവർ തയ്യാറായി കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കപ്പൽ ലക്ഷ്യമാക്കി പോവാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് ചോക്ലേറ്റ്സ് ബൗണ്ടീസ് ഒക്കെ കാണുമ്പോൾ അവർക്കത് കഴിക്കാനായിട്ട് തോന്നും. പക്ഷെ നാമി ആണെങ്കിൽ എല്ലാവരെയും വിളിച്ച് കപ്പലിലേക്ക് വളരെ വേഗത്തിൽ കടന്നു പോകും. അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവർ കപ്പലിലേക്ക് മടങ്ങി എത്തുമ്പോൾ കപ്പലിൽ പെപ്പോംസിനെ കാണാനുണ്ടാവില്ല. കപ്പലിന്റെ ഓരോ ഭാഗത്തും അവർ അരിച്ചു പെറുക്കും, എവിടെയും അവനില്ല. അപ്പൊ ബാത്റൂമിന്റെ സൈഡിലായിട്ട് അവരൊരു മെസ്സേജ് കാണുകയാണ്. മെസ്സേജ് മറ്റൊന്നുമല്ല, എത്രയും വേഗം ഇവിടുന്ന് തിരികെ പോ എന്നായിരിക്കും ആ മെസ്സേജ്. അവർക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഒരുപക്ഷെ ഇത് പെപ്പോംസ് എഴുതിയതായിരിക്കോ, അല്ലെങ്കിൽ പെപ്പോംസിനെ തട്ടിക്കൊണ്ടുപോയി മറ്റാരെങ്കിലും എഴുതി വെച്ചതായിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ ഈസി ആയിട്ട് പറയും, ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല, നമ്മളിപ്പോ തന്നെ ആ ഐലാൻഡിലേക്ക് പോയി സാഞ്ചിയെ അവനെ തിരികെ പിടിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മീ വിത്ത് മല്ലു എപ്പിസോഡ്.